കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഏതാണ്ട് 3 ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ 4-ാമത്തെ ഉപമയിലേക്കാണ് പ്രവേശിക്കുന്നത്. 33-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പൊളിച്ച മാവിനോട് സാദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പൊളിച്ചു വരുവോളം അടക്കി വെച്ചു. വളരെയധികം അഭിപ്രായ ഭിന്നതകൾ ഉള്ളതായ ഒരു ഉപമയാണ് ഈ പൊളിച്ച മാവിൻ്റെ ഉപമ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഉപമകളിലും നമ്മൾ കണ്ടത് ദൈവരാജ്യത്തിലുള്ള കറപ്ഷനുകളെക്കുറിച്ചാണ്. അതായത് ദൈവരാജ്യത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ. നമ്മൾ വിധക്കാരുടെ ഉപമയിൽ കണ്ട കാര്യം 3 സ്ഥലങ്ങൾ, അത് ഒട്ടും ദൈവവചനത്തിന് ദൈവരാജ്യത്തിന് യോഗ്യമല്ലാത്തതായ 3 കേൾവിക്കാരെക്കുറിച്ച്. ഇന്ന് ദൈവസഭയിലും അതുപോലുള്ള കേൾവിക്കാരുണ്ട്. അടുത്ത ഉപമയിൽ നമ്മൾ കണ്ടത് വയലിൽ നല്ല വിത്ത് വിതച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കള വിതയ്ക്കുന്ന പിശാചിനെക്കുറിച്ച്. ഇന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവരാജ്യത്തിൽ ദൈവസഭകളിൽ സത്യവിശ്വാസികളോടൊപ്പം തന്നെ കപടഭക്തിയുള്ളതായ ആളുകളുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കവരെ ഈ ദൈവരാജ്യത്തിൻ്റെ ആ ഘടനയിൽ നിന്നും മാറ്റുവാൻ കഴിയത്തില്ല. അതിൻ്റെ ശുശ്രൂഷ കർത്താവ് തന്നെ ചെയ്യുമെന്ന് ഇവിടെ കർത്താവ് തന്നെ നമുക്ക് ഈ ഉപമയിലൂടെ വാക്ക് പറയുന്നു. 3-ാമത്തെ ഉപമയിൽ നമ്മൾ കണ്ടത് കടുകുമണിയോട് ഉപമിച്ചിരിക്കുന്നതായ ദൈവരാജ്യം. ആ കടുകുമണി വളർന്ന് വലിയൊരു സസ്യമായി തീർന്നു. സംഭവ്യമല്ലാത്തതായ ഒരു കാര്യം അവിടെ സംഭവിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി ദൈവരാജ്യം ലോകമെമ്പാടും പരക്കും എന്നുള്ളതിൻ്റെ സൂചന. അതോടൊപ്പം തന്നെ ഈ ദൈവരാജ്യത്തിൻ്റെ ഇടയിൽ പിശാച് പ്രവർത്തിക്കുന്നു എന്നുള്ള സൂചനയും കർത്താവ് നമ്മോട് പറയുകയുണ്ടായി. ഇനി അടുത്ത ഉപമയിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് സ്വർഗരാജ്യം പൊളിച്ച മാവിനോട് സാദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പൊളിച്ചു വരുവോളം അടക്കി വച്ചു. ഇവിടെ ഈ 3 പറ മാവ് എന്ന് പറയുന്നത് ഏതാണ്ട് 40 ലിറ്റർ മാവാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു പുളിമാവെടുത്ത് ഒരു സ്ത്രീ എന്നിവിടെ പറയുമ്പോൾ പല വ്യാഖ്യാനികളും പറയുന്നത് അത് ദുരുപദേശത്തെയും വിശ്വാസത്യാഗത്തെയും കാണിക്കുന്നതായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പിശാച് എന്തു ചെയ്യുന്നു? ദൈവസഭയിൽ ദുരുപദേശമാകുന്ന ഈ പുളിച്ച മാവ്, ഞാൻ ഈ പുളിച്ച മാവിനെ ദുരുപദേശമെന്നും കപടഭക്തി എന്നൊക്കെ വിളിക്കാൻ കാരണം കർത്താവ് യേശുക്രിസ്തു തന്നെ പുളിച്ച മാവ് പരീശന്മാരുടെ കപടഭക്തിയാണ്, അവരുടെ ദുരുപദേശങ്ങളാണ് എന്നുള്ള സൂചന കർത്താവ് തന്നെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പഴയ നിയമ പുസ്തകങ്ങളിലും പുളിച്ച മാവിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. പെസഹായുടെ അപ്പം കഴിക്കുമ്പോൾ നിങ്ങൾ പുളിച്ച മാവ് ഉപയോഗിച്ച് പെസഹായുടെ അപ്പം ഉണ്ടാക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൽ പുളിച്ച മാവിനെ നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളതാണ്. അതേപോലെ തന്നെ പരീശന്മാരുടെയും സാധുക്കളുടെയും പുളിമാവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉപദേശങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു എന്താ പറയുന്നത്? ദൈവരാജ്യത്തിലും ഇതേപോലെയുള്ള പൊളിച്ച മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും, ദുരുപദേശങ്ങളുണ്ടാകും, തെറ്റായ പഠിപ്പിക്കലുകളുണ്ടാകും, വിശ്വാസത്യാഗമുണ്ടാകും. എന്നാൽ ഈ പുളിച്ച മാവിനെ ദൈവസഭയെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇത് എല്ലാം പൊളിച്ചു വരുവോളം അതിനെ അടക്കി വെച്ചു എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുമ്പോൾ തന്നെ, അപ്പോൾ ഈ പുളിച്ച മാവ് ദൈവസഭയ്ക്കുള്ളിൽ കടക്കുമ്പോൾ തന്നെ സഭയുടെ വളർച്ചയെ തടയുവാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ഈ 3 പറ മാവ് എന്ന് പറയുന്നത് ഏതാണ്ട് 40 ലിറ്റർ മാവ് എന്ന് പറയുന്നത് ദൈവസഭയുടെ വളർച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ദൈവസഭയ്ക്ക് യാതൊരു ദോഷവും ചെയ്യാൻ അതുകൊണ്ട് ഈ പുളിച്ച മാവിന് സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ പുളിച്ച മാവ് കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കി ഏതാണ്ട് 100 പേരെ പോഷിപ്പിക്കാനുള്ള പ്രാപ്തിയുള്ളതായ ഈ 3 പറ മാവ് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും എന്നാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. പുളിപ്പ് ഉണ്ടെങ്കിലും ആ പുളിപ്പിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ സഭകളിൽ തെറ്റായ പ്രവണതകളുണ്ടാകാം. ക്രിസ്തീയ ലോകത്ത് തെറ്റായ ദുഷ്പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ സാധിക്കുമായിരിക്കാം. പക്ഷേ അവിടെയും ദൈവത്തിൻ്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിൻ്റെ സഭ ഭൂമിയിൽ വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതായ ഒരു സൂചനയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതായ അതേ ദൂത് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. തെറ്റായ ഉപദേശങ്ങളും തെറ്റായ പഠിപ്പിക്കലുകളും തെറ്റായ പ്രവണതകളും
നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല, ഞാൻ സഭ വിട്ടു പോകുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ മാർഗം ഉപേക്ഷിക്കുകയാണ്, ദൈവത്തെ തന്നെ അവിശ്വസിക്കുന്ന രീതിയിലേക്ക് ഓരോരുത്തരും മാറുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവരാജ്യം അതിൽ തന്നെ ദോഷമുള്ളതല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്നതായ, ദൈവം ഒരുക്കിയതായ സംവിധാനമാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവവും നമ്മോട് കൂടെയുണ്ട്. പക്ഷേ ഈ പുളിച്ചമാവിനെയും അതേപോലെ തന്നെ ഈ കളകളെയും അതേപോലെ തന്നെ ചില അവസ്ഥകളെയും നമ്മുടെ നന്മകളെ കൊത്തിക്കൊണ്ടുപോകുന്ന പിശാചിനെയും നശിപ്പിക്കുന്നതായ ഒരു കർത്താവ് നമ്മോടുകൂടിയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ കർത്താവിൻ്റെ സന്ദേശം. പലരും എനിക്കറിയാം ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ കാണുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ അവർ വളരെ പുറകോട്ട് പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ദൈവം തന്നതായ ആ ദർശനത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ, ദൈവത്തോടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിൽ നിങ്ങൾ ഊന്നി നിന്നാൽ, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. 1000 ചുറ്റും വീണാലും 10,000 വീണാലും എന്നോടും നിന്നോടും കൂടെ കർത്താവ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിന്നാൽ നീ ഒരിക്കലും വീട് പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതേ, നമ്മുടെ യേശു കർത്താവ് ജീവിക്കുന്നു. ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന പോലെ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം ദൈവം എൻ്റെ സങ്കേതവും ബലവുമാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ വചനത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ദൈവരാജ്യത്തിൽ കാണുന്നതായ പല പ്രവണതകളും കണ്ടുകൊണ്ട് നിരാശപ്പെട്ടു പോകുന്ന, ഞങ്ങളുടെ ആത്മീയ ജീവിതം തന്നെ തകർത്ത് കളയുന്നതായ നിലയിലേക്ക് ഞങ്ങൾ മാറിപ്പോകാറുണ്ട്. പക്ഷേ ഇന്ന് ഈ വചനത്താൽ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ ആ സത്യമായ അവസ്ഥ എന്താണെന്നുള്ളത് ഉപമകളിലൂടെ അങ്ങ് പ്രസ്താവിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറഞ്ഞു വരുമാറാകട്ടെ. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ആൾ.